ഇനി രാഹുലിന്റെ ഭാവി എന്താകും? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടുകളെല്ലാം ഏതാണ്ട് വെട്ടിയിലായി. ഇനി കേരളം ആര് ഭരിക്കണം എന്നറിയണമെങ്കിൽ മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കണം. കട്ട വെയിറ്റിംഗ്. വോട്ടിംഗ് ശതമാനം ഉയർന്നതിൽ മുന്നണികളെല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ്. ഫലപ്രഖ്യാപനം വരെ മുടിഞ്ഞ കോൺഫിഡൻസ് ആയിരിക്കും ഇവന്മാർക്ക് എല്ലാവർക്കും. ഇനി അന്തംഗമികൾക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ തോറ്റൻ ഇവന്മാരെ സമ്മതിപ്പിക്കുവാൻ സാക്ഷാൽ ഇലക്ഷൻ കമ്മീഷന് പോലും സാധിക്കില്ല. മൂർത്തമായ അന്തർധാരകളുടെ അമൂർത്തമായ തേങ്ങാക്കുല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഗോവിന്ദൻ ഇളിച്ചുകൊണ്ടുവന്നിരുന്ന് കീർന്നു തോർക്കുമ്പോൾ തന്നെ ദേഹത്തൂടെ ഒച്ചിഴയുന്ന ഒരു അവസ്ഥയാണ് ജനങ്ങൾക്ക്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR വഴി ലക്ഷക്കണക്കിന് അനാവശ്യ വോട്ടർമാരെ പുറത്താക്കിക്കൊണ്ട് ശുദ്ധീകരണ കലശം നടത്തിക്കൊണ്ട് കൃത്യമായ വോട്ടുണ്ടായിരുന്നവരെല്ലാം വന്ന് വോട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് പോളിംഗ് ശതമാനം കൂടിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുമ്പോൾ അങ്ങനെയല്ല. അന്തംഗമ്മി വിജയനെയും തീവട്ടി കുടുംബത്തെയും ഞരമ്പ് ശശിയെയും സഹകൊള്ളക്കാരന്മാരെയും ആട്ടി ഓടിക്കുവാൻ നാളുകൾ എണ്ണിക്കാത്തിരുന്ന ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തതുകൊണ്ടാണ് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അതിന് മറ്റ് കാരണങ്ങളൊന്നും തേടി തലപുണ്ണാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് ശതമാന കണക്കുകൾ പ്രകാരം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പേരും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72.04% പേരും വോട്ട് ചെയ്തു. 2021 2.08 കോടി പേരും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കോടിയിലേറെ പേരുമാണ് പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കേരളത്തിൽ SIRന് മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ 2025 ഒക്ടോബറിലെ കണക്കനുസരിച്ച് 2.78 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിലെ 4 മാസം നീണ്ട SIR പ്രവർത്തനങ്ങളിലൂടെ പട്ടിക ശുദ്ധീകരിച്ചതോടെ 6.5 ലക്ഷത്തിലേറെ പേരെ ഒഴിവാക്കി 2 ലക്ഷത്തോളം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.75 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ SIR ശുദ്ധീകരണത്തിലൂടെ 3.5 ലക്ഷത്തിലേറെ വോട്ടർമാർ കുറഞ്ഞ് 2.71 കോടി വോട്ടർമാരുമായാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. 78.27% വോട്ടർമാർ ഇന്നലെ വ്യാഴാഴ്ച ബൂത്തുകളിൽ എത്തിയതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. വോട്ടർമാരുടെ ശതമാന കണക്കല്ലാതെ എണ്ണം എത്രയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നൽകിയിരിക്കുന്ന ശതമാന കണക്കിൽ വീടുകളിൽ വോട്ട് ചെയ്തവരും അവശ്യ സേവന വിഭാഗത്തിൽ വോട്ട് ചെയ്തവരുമായ 2.26 ലക്ഷം പേരുടെയും പോളിംഗ് ഉദ്യോഗസ്ഥരിൽ ഇതുവരെ തപാൽ വോട്ട് ചെയ്ത 1,10,000 പേരുടെയും 53,984 സർവീസ് വോട്ടർമാരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് 2.69 കോടി ആകെ വോട്ടർമാർ എന്ന് കണക്കാക്കിയാണ് പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ 2.09 കോടി വോട്ടർമാരാണ് ഇന്നലെ കേരളത്തിലെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇത് 2.08 ലക്ഷം പേർ വോട്ട് ചെയ്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1 ലക്ഷത്തിലധികം പേരാണ്. ഇനി ഇതിൻ്റെ കൂടെ വീട്ടിൽ വോട്ട് ചെയ്തവരും തപാൽ വോട്ട് ചെയ്തവരും അടക്കം 3.36 ലക്ഷം പേരുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4,36,000-ലേറെ പേർ വോട്ട് ചെയ്തെന്ന നിലയിൽ സംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. തപാൽ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടില്ലെന്നത് സംബന്ധിച്ച ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. ഇതിൽ അനുകൂല വിധി ഉണ്ടായാൽ ഇനിയും വോട്ട് ചെയ്യാത്ത പോളിംഗ് ഉദ്യോഗസ്ഥരായ 40,000-ലേറെ പേർക്ക് വീണ്ടും വോട്ട് ചെയ്യുവാൻ അവസരം ലഭിക്കും. കൂടാതെ സൈനിക അർദ്ധസൈനിക വിഭാഗത്തിലുള്ള 53,984 പേരും വോട്ട് ചെയ്യാനുണ്ട്. ചുരുക്കത്തിൽ യഥാർത്ഥ പോളിംഗ് ശതമാനം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം. ഇനി നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. രാഹുലിൻ്റെ ഭാവി എന്താവും? രാഹുലിന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 239-ാം ദിനമായി ഇന്ന് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല. രാഹുലിനെ പാർട്ടിയിൽ ഇതുവരെ തിരികെ എടുത്തിട്ടില്ല, മത്സരിക്കുവാൻ അനുവദിച്ചില്ല. എന്തിന് സ്വതന്ത്രനായി പോലും രാഹുൽ മത്സരിച്ച് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയില്ല എന്ന് അവർ ഉറപ്പാക്കി. ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും രാഹുലിനെ ഇഷ്ടപ്പെട്ടിരുന്നവർക്കും പാലക്കാടൻ ജനതയ്ക്കും രാഹുൽ പ്രകാരം നല്ലവനായ ഒരു ഉണ്ണി കളിച്ചതിനോട് യാതൊരു തരത്തിലും യോജിക്കാനാവില്ല. രാഹുലിൻ്റെ ഈ നടപടി ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് കാലം തെളിയിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും മാധ്യമങ്ങളുടെ തലക്കെട്ടും അതാകുമായിരുന്നു. എന്നാൽ രാഹുൽ അതിന് മുതിർന്നില്ല. അതുപോലെ പിഷാരടിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആ അവസരത്തിൽ പോലും അതിനെതിരായി ഒരക്ഷരം പറയുകയോ
അതിനെതിരായി ഒരു കമന്റ് പോലും രേഖപ്പെടുത്തുകയോ ഇദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല, പിഷാരടിക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തു. പിന്നീട് യാതൊരു അക്ഷരവും മിണ്ടിയില്ല. ഈ ഗ്യാപ്പിൽ പിഷാരടി കളത്തിലിറങ്ങി. കളം കയ്യിലെടുത്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാഹുൽ വീണ്ടും കളത്തിലിറങ്ങി. അവസാന ലാപ്പിൽ രാഹുൽ ഇട്ട വീഡിയോകൾ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുകയുണ്ടായി. അത് ചർച്ചയായി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ പറഞ്ഞു വെച്ചത്. അത് UDF-ന് കുറച്ചൊന്നുമല്ല ഗുണമുണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലും അതിനെ തള്ളിക്കളഞ്ഞില്ല. വളരെ ഹൃദയവേദനയോടെയാണ് താൻ ഇപ്രകാരം ഒരു നടപടിയെടുത്തതെന്ന് സതീശൻ വന്ന് നാടകം കളിക്കുകയും ചെയ്തു. അപ്പോഴും ജനപക്ഷം രാഹുലിനൊപ്പം എന്ന ആ തിരിച്ചറിവൊന്നുകൊണ്ട് മാത്രമാണ് സതീശൻ ആ നാടകം കളിച്ചത്, ഗത്യന്തരമില്ലാതെ. അതുപോലെ ഇന്നലെ വൈകിട്ട് ITV ന്യൂസ് കൊടുത്ത ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നത് പോലെ ഇന്ന് രാവിലെ മുതലുള്ള നേതാക്കന്മാരുടെ അടികൾ ആരംഭിച്ചു. സതീശനും സതീശന്റെ PR ടീമും ഇതുവരെ കാണിച്ചു വന്ന അതേ ആർജവം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യ ദിനവും ഉണ്ടായി. സതീശന് വേണ്ടി കൊഴലൂത്ത് നടത്തുന്ന ഏഷ്യാനെറ്റ് അതിരാവിലെ സതീശനെ വാഴ്ത്തിപ്പാടി സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്നും സതീശന്റെ ഒറ്റ നേതൃത്വത്തിലാണ് UDF നേട്ടമുണ്ടാക്കുവാൻ പോകുന്നതെന്ന ഒരു നറേറ്റീവാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. അതിന്റെ തുടർച്ചയായി അരമണിക്കൂർ കഴിഞ്ഞ് സതീശൻ മറ്റ് സകല മാധ്യമങ്ങളെയും വിളിച്ചു അഭിമുഖം നൽകി. തന്റെ ക്ലെയിം ഊട്ടി ഉറപ്പിച്ചു. ആ വീഡിയോകളുടെ എല്ലാം അടിയിൽ PR ഏജൻസികൾ ഫേക്ക് അക്കൗണ്ടുകൾ വഴി VD സതീശന് അനുകൂലമായുള്ള കമന്റുകൾ എഴുതി നിറച്ചു. അങ്ങനെ സതീശൻ ആ ദൗത്യവും പൂർത്തിയാക്കി. രമേശനും വേണുഗോപാലിനും ഒക്കെ വാമായി വരുവാൻ ഇനിയും സമയമെടുക്കും. കാരണം പുള്ളിങ് ഒന്നുമില്ലാത്ത വണ്ടികളാണല്ലോ. UDF ഇനി അധികാരത്തിലെത്തുമ്പോൾ സതീശൻ പറയാൻ പോകുന്നത് ബലാത്സംഗ വീരൻ രാഹുലിനെതിരെ താൻ ശക്തമായ നടപടിയെടുത്തത് കൊണ്ട് മാത്രമാണ്, തൻ്റെ ആ നിലപാടിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഈ വിജയം എന്നാവും. ആരും അതിനെ തിരുത്താനും പോകില്ല, അതിനാരും മുതിരും. രാഹുൽ ഇത്തവണ സ്വതന്ത്രനായി മത്സരിച്ചാൽ അടുത്ത പോക്സോ കേസിൽപ്പെടുത്തും, ആയുഷ്കാലം പുറത്തിറങ്ങില്ല എന്ന് പേടിപ്പിച്ചാണ് സതീശൻ രാഹുലിനെ പേടിപ്പിച്ച് വീട്ടിൽ ഇരുത്തിയത് എന്നാണ് വിവരം. ഇനി VD സതീശനെതിരെ മിണ്ടില്ലെന്നും സതീശന്റെ സ്ക്രിപ്റ്റിനൊത്ത് തുള്ളാമെന്നും രാഹുൽ സമ്മതിച്ചാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ രാഹുലിനെ തിരികെ എടുക്കാമെന്നും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിഗണിക്കാമെന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് വിവരം. പ്രകാരം ചെയ്താൽ താൻ വലിയ ഒരു ഹൃദയവിശാലത ഉള്ളവനാണെന്ന് സതീശനെ വീണ്ടും വരുത്തി തീർക്കാം. തൻ്റെ ആ പേരുദോഷം മാറ്റുകയും ചെയ്യാം. ആയുഷ്കാലം രാഹുൽ വിനീതദാസനായി നിലകൊള്ളുകയും ചെയ്യും. പക്ഷേ രാഹുൽ കാണിച്ചത് ചരിത്രമണ്ടത്തരമാണ്. സ്വതന്ത്രനായി മത്സരിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ഉറപ്പായും വിജയിക്കുമായിരുന്നു. രാഹുലിൻ്റെ സ്വീകാര്യത 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു. അപ്രകാരം വിജയിച്ച രാഹുലിൻ്റെ വിലയും നിലയും കണ്ട് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തിരികെടുത്തേനെ. രാഹുലിൻ്റെ സ്വീകാര്യത 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു. പ്രസക്തിയും നഷ്ടപ്പെടില്ലായിരുന്നു. അതുപോലെ തൻ്റെ മൂല്യം കോൺഗ്രസ്സുകാർ കളക്കുവാൻ അവസരവും ആകുമായിരുന്നു. കോടതി സത്യം മനസ്സിലാക്കിയിട്ടും കോൺഗ്രസ് മനസ്സിലാക്കിയില്ല. തന്നെ ഇല്ലാതാക്കുവാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന കാരണം പറഞ്ഞ അദ്ദേഹത്തിന് സ്വതന്ത്രനായി മത്സരിക്കുവാൻ പറ്റുമായിരുന്നു. അപ്രകാരം നിന്നിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ അടക്കം രാഹുലിന് വോട്ട് ചെയ്യുമായിരുന്നു. ഇനി സതീശനെ പേടിച്ച് അടുക്കളയിൽ പമ്മിയിരുന്ന രാഹുലിന് ആ പഴയ പിന്തുണ കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുൽ എന്ന ആ യുവനേതാവിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താകും എന്ന് കാത്തിരുന്ന് കാണണം. രാഹുൽ താൻ പാർട്ടിയെ അത്രയ്ക്കങ്ങ് സ്നേഹിക്കുന്നു, എനിക്ക് അവസരം തന്നു വളർത്തിയത് പാർട്ടിയാണ്, മുടിഞ്ഞ ആദർശം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മെഴുകുവാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ പറയും, ഡേ രാഹുലെ, ഞങ്ങളും അരിയാഹാരമാണ് കഴിക്കുന്നത്, മറ്റേ സാധനമല്ല എന്ന്. എന്തായാലും സതീശൻ ഇന്ന് വിളിച്ചു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വന്നതോടെ തനിക്ക് പഴയ പോലെ പുസ്തകമൊന്നും വായിക്കാൻ പറ്റുന്നില്ല എന്നും ടെൻഷൻ മാറ്റാൻ കാട്ടിലേക്ക് ഒന്ന് കയറിപ്പോകണമെന്നുമാണ്. പൂച്ചക്കുട്ടി ഫെയിം നമ്മുടെ വനംവകുപ്പ് മന്ത്രി അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വായനയുടെ ഒരു കുറവ് കഴിഞ്ഞ ഒരു ആദ്യത്തെ 15 ദിവസം ഞാൻ കുഴപ്പമില്ലാതെ വായിച്ചു. പക്ഷെ അവസാനത്തെ 15 ദിവസം വായന പോയി, കയ്യിൽ നിന്ന് പോയി. അതൊക്കെ തിരിച്ചു പിടിക്കണം. കടമൊക്കെ വീട്ടണം, പിന്നെ യാത്ര പോകണം, ഒരു ട്രെക്ക് ചെയ്യാൻ പോകണം നന്നായിട്ട് കാട്ടിൽ. ഒന്ന് ആരോഗ്യം ഒന്ന് വീണ്ടെടുത്തതിന് ശേഷം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ട്രെക്ക് ചെയ്യാൻ പോകുന്ന, അത് കാട്ടിൽ പോകും. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം നമുക്ക് നഷ്ടമൊന്നുമില്ല. അദ്ദേഹത്തെ വനംവകുപ്പ് മന്ത്രി അവിടെ എല്ലാ സൗകര്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയാം. അതുപോലെ സതീശന്റെ മുഖ്യ പിടിച്ചുവെപ്പുകാരൻ ഷിയാസും സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ.
ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ജില്ലയിൽ ഞങ്ങൾക്ക് ഒരാൾ വരണം, ഒരു മുഖ്യമന്ത്രി വരണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം കൂടിയാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹവും അഭിമാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ജയിച്ചു വന്ന് ഭൂരിപക്ഷം കിട്ടി പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് എല്ലാ MLA-മാരുടെയും അഭിപ്രായങ്ങൾ കേട്ട്, മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കേട്ട് പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. എൻ്റെ പൊന്നു സതീശ, കേക്കച്ച, താൻ കിടന്ന് ചാടിയത് കൊണ്ടല്ല UDF-ന് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു തീപ്പെട്ടി നിന്നെയൊന്നും ഒരു കാൽ കാശിന് കൊള്ളാത്തത് കൊണ്ടും നിന്റെയൊക്കെ പാർട്ടിക്കകത്ത് ചക്കുളത്തിപ്പോര് കൊണ്ടും ജനങ്ങൾ മടുത്ത് കാൽ കാശിന് നിന്നെയൊന്നും കൊള്ളാത്തത് കൊണ്ടും ജനങ്ങൾ രണ്ടാമതും വിജയന് അവസരം കൊടുത്ത് ജയിപ്പിച്ചു. വീണ്ടും 8-ന്റെ പണി അവർ തോട്ടുകെട്ടി പിടിച്ചു വാങ്ങി, വട്ടം കറങ്ങി. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലം വിജയനും അയ്യപ്പൻ്റെ കെടുങ്ങാമണി വരെ അടിച്ചുകൊണ്ടുപോയ തീവട്ടി സംഘവും കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിച്ച് മുടിപ്പിച്ച് പണ്ടാരമടക്കി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ജനങ്ങൾ മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് UDF-നെ ഇത്തവണ ജയിപ്പിക്കുന്നത്. അല്ലാതെ സതീശൻ്റെ ഈ PR പരിപാടി കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട, പാഴൂർ പടിപ്പുരയിൽ പോകേണ്ട, സർവേകളും വേണ്ട. കേരളത്തിലെ അന്നം കഴിക്കുന്ന ഏത് മനുഷ്യനോട് ചോദിച്ചാലും അവർ ഈ സത്യം പറയും. അണലിക്കൂട്ടം പോയി മൂർഖന്മാരുടെ കൂട്ടമാണ് വരുന്നതെന്നറിയാം. ഏതവൻ വന്നാലും നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയെന്ന് ജനങ്ങൾക്കും അറിയാം. പക്ഷേ ഈ വൃത്തികെട്ടവൻ്റെ മുഖം ജനങ്ങൾക്ക് കാണുവാൻ ഇനി വയ്യ. ജനങ്ങളുടെ ഈ വികാരമാണ് UDF-നെ തുണച്ചത്. അല്ലാതെ കഴിഞ്ഞ 5 കൊല്ലം പിണറായിയുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിന്ന് കൊടുത്ത് കൊള്ളമുതലിൻ്റെ നേർപാതി മേടിച്ച് വെട്ടിയ ഈ പഴയ മണിച്ചീന്തിട്ടിപ്പുകാരൻ്റെ പ്രവർത്തന മികവ് കണ്ടിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ജനങ്ങൾക്കറിയാം എന്ന് സതീശൻ മനസ്സിലാക്കണം. ഇനി ഒരു മയത്തിന് തള്ളണം. അതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, വെള്ളാപ്പള്ളി വരെ മാക്കുമാറ്റിയില്ലേ, ഇനിയും നിശബ്ദനായിക്കൂടെ എന്ന്. അതിനുള്ള എനിക്കുള്ള മറുപടി, കണിച്ചിക്കുളങ്ങര കേശവൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ഞങ്ങളുടെ നിലപാടെന്നും ഒന്നാണ്. കാറ്റിനൊത്ത് ഞങ്ങൾ തൂറ്റില്ല. ഇനി കേരളത്തിൻ്റെ ഗതികേട് കൊണ്ട് ഈ തെങ്കണി വീരൻ മുഖ്യ മന്ത്രിയായാലും ഞങ്ങൾ ഇയാളുടെ തെറ്റായ ചെയ്തികളെ ശക്തമായി വിമർശിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുന്നു. കാരണം സതീശൻ്റെ അപ്പൻ്റെ വകയല്ല ഈ കേരളം എന്നുള്ളത് കൊണ്ടും കളിച്ചാലും എത്രനാൾ കളിക്കുമെന്ന് അറിയാമെന്ന ബോധ്യമുള്ളത് കൊണ്ടും കഴിഞ്ഞ 10 കൊല്ലം അന്തംഗമ്മി വിജയൻ പരമാവധി പണിയുവാൻ ശ്രമിച്ചിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉറപ്പിലുമാണ് ഞങ്ങളുടെ ഈ ശക്തമായ നിലപാട്. എന്തായാലും രാഹുലിൻ്റെ കാര്യം ഇനി കണ്ടറിയണം. ആവശ്യ സമയത്ത് പ്രതികരിക്കാതെ സതീശനെ പേടിച്ച് അടുക്കളയിൽ ഒളിച്ചിട്ട് സതീശൻ്റെ ചെരുപ്പ് നക്കിയായി വരുന്ന രാഹുലിനോട് ജനങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്ന് കണ്ടറിയാം. നാക്കുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എത്ര നാൾ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.